പോലീസ് കസ്റ്റഡി 3 to 15 days വരെ മേ ബി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പം എന്താണ് ജുഡീഷ്യൽ കസ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഏകദേശം 30 to 90 വരാൻ സാധ്യതയുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ 180 days വരെയൊക്കെ മിനിമം. അതായത് മറ്റേ ഇന്നലേക്ക് ചാർജ് ഷീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇപ്പോൾ മറ്റേവനാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അകത്തുണ്ടോ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ അകത്തു. ഓക്കെ, വണ്ടി പോയി, വണ്ടിയുടെ അതിന് നോക്കണ്ട. ഓക്കെ, വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം നിങ്ങൾക്ക് വെയിൽ കിട്ടി പുറത്തിറങ്ങിയാലും വണ്ടി പ്രൊസീജിയേഴ്സ് ഒക്കെ കിട്ടി. അതാണ് നിങ്ങൾ കുറേ വണ്ടികളൊക്കെ കിടക്കുന്ന കാണുന്നതിൻ്റെ കാരണം അതാണ്. അതൊക്കെ ചിലപ്പം ഓണർ അറിയാണ്ടൊക്കെ മറ്റൊരു കടത്തുന്നതായിരിക്കാം. ഓക്കെ, ഈ റെന്റിന് കൊടുക്കുന്ന വണ്ടികൾ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഓടുന്ന വണ്ടികളാണ്, ട്രക്കുകളൊക്കെ കാണും. ഇതിനകത്തൊക്കെ ഈ ഓണർ ഒരറിവും കാണത്തില്ല. ഓക്കെ, തൊഴിലാളികൾ ചെയ്യുന്ന പരിപാടി ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പിന്നെ ഓണർ തെളിയിക്കണം പുള്ളിക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്നുള്ളതോ. പക്ഷെ അതൊക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ് പിന്നെ ഈ കുറേ വണ്ടികളൊക്കെ കാരണം കിടക്കുന്നതിൻ്റെ കാരണമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അങ്ങനെ വണ്ടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാൻ പാടാണ്. ഇപ്പം മറ്റേ ആള് നിങ്ങൾ വെയിൽ കിട്ടി പുറത്തിറങ്ങിയാലും വണ്ടി ഇറങ്ങുക എന്നുള്ളത് കുറച്ച് പാടാണ്. പിന്നെ ഈ വെയിൽ കിട്ടുക എന്നുള്ളത് തന്നെ കുറച്ച് പാടായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിറ്റ്നസിനെ കൊണ്ടുവരണം. അത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോവുകയാണെന്നുള്ളതിന് മറ്റേ ആൾ വരണം. ആ സമയത്ത് ചിലപ്പം അയാൾ മറ്റേ കോർട്ട് വിളിക്കുന്ന സമയത്ത് വരണമെന്നില്ല. പിന്നെ അയാൾക്ക് സമൻസ് അയക്കും, അങ്ങനെ അത് പോകും. അത് ഇത്ര ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ പോകും. അത് കോർട്ട് പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് താമസിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ആണെങ്കിൽ ചിലപ്പോൾ കോർട്ട് കാണണമെന്നില്ല. അങ്ങനെ അതൊക്കെ കോർട്ടിൽ വേണമെങ്കിൽ നിങ്ങളുടെ കേസ് നീക്കി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കേസ് സംഭവം നീണ്ടു പോകും. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞാത്ത ആർക്കും ഈ പറഞ്ഞതുപോലെ എന്താണ് ലിഫ്റ്റ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത്രയും വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ ഇപ്പം ഫാമിലി പെട്ട ആളാണെന്ന് ഇരിക്കട്ടെ, എന്തെങ്കിലും തലയിരിഞ്ഞ ആളിലൊക്കെ ആണല്ലോ, അതിപ്പോൾ എല്ലാ ഫാമിലീസിലും കാണും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ അവൻ്റെ കയ്യിൽ പൊക്കി കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അകത്തു പോകും. അവിടെ ആകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. കാരണം ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. മറ്റേത് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലെന്നെങ്കിലും പറയാം. ഒരു സ്ട്രേഞ്ചർക്ക് കാണാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാകുമ്പോഴത്തേക്ക് എളുപ്പമാണ്. കാരണം നിങ്ങൾ എന്തായാലും അവനെ ഫോണിൽ പിടിച്ചിട്ടുള്ള മറ്റ് കോൺടാക്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്.